നമസ്കാരം. മകരമാസത്തിലെ ഏറ്റവും നല്ല തണുപ്പുള്ള പ്രഭാതം. അപ്പോൾ നമുക്ക് ഈ തണുപ്പ് കളയാതെ നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് പച്ചക്കറികൾ പറിച്ചൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. നല്ല ഒന്നാം തരം അപ്പത്തിനുള്ള മാവ് നമ്മൾ പുളിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം അപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആയിക്കോട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ നിന്നും കുറച്ച് ബട്ടർ ബീൻസാണ് പറിച്ചിരിക്കുന്നത്. നല്ല ഏറ്റവും ടേസ്റ്റുള്ള ബട്ടർ ബീൻസ്. ഇനി നമുക്ക് വേറെയും കുറേ സാധനങ്ങളൊക്കെ പറിക്കാനുണ്ട്, അത് നമുക്ക് പറിച്ചെടുക്കാം. ആ എരിവ് കുറഞ്ഞ മുളക്, കാശ്മീരി മുളക് ഒരു 5-6 പറിച്ചാൽ മതി ഒരു കറിക്കുള്ളത്. മുളക് നമ്മളൊരു 4-5 ഒരു 6 മുളക് നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കൂട്ടമായി, ബട്ടർ ബീൻസായി, മുളകായി. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില മാത്രമേ നമ്മൾ പറിച്ചോളൂ. അത്യാവശ്യമുള്ളത് മാത്രം പറിച്ചാൽ മതിയല്ലോ. ക്യാരറ്റ് നമ്മൾ പറിച്ച് തീരാറായിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഒരെണ്ണമെന്ന് പറിച്ച് നോക്കാം. ഈ ക്യാരറ്റ് പറിക്കുമ്പോഴേ എളുപ്പത്തിനൊരു പണിയുണ്ട്. ഇതിങ്ങനെ അങ്ങ് ചരിച്ചിടുക, പയ്യതെ ഇങ്ങനെ 2-3 മുട്ടുക, ഇനി അങ്ങ് ഒക്കെയെടുക്കാം. ഇപ്പോൾ കണ്ടു ഒരുമാതിരി വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് മൂക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ പറിക്കാം, 2 പറിക്കാം. നമ്മൾ 2 ക്യാരറ്റ് പറിച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, ഒരുക്ക് വരാം. ഇത് നമ്മൾ 2 പറിച്ചു, 1 പറിച്ചു. ഇപ്പം നമ്മൾ ഇത് കണ്ടോ, ഇതെല്ലാം ഒരുക്ക് പയറാണേ. ഇത് നമ്മളൊരു 3-4-5 ഉണ്ട്. ഇത് മതിയാവും. ഒരു ചെറിയ കറിയല്ലേ നമ്മൾ വെക്കുന്നുള്ളൂ. ഇത് അച്ചിങ്ങാപ്പയറിൻ്റെ ഒരു പരുവമാണ്. ഇതും അച്ചിങ്ങാപ്പയറിൻ്റെ ഒരു പരുവമാണ്. ക്യാരറ്റ്, അച്ചിങ്ങ, ഒരുക്ക് പയർ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ബീൻസ്, ബട്ടർ ബീൻസ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മുറ്റത്ത് നിന്നും പറിച്ചെടുത്തത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വെജിറ്റബിൾ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കഴുകി വൃത്തിയാക്കി ഒരുക്കി വച്ചിരിക്കുകയാണ്. നമ്മുടെ മുറ്റത്തു നിന്നും പറിച്ച സാധനങ്ങളാണ് ഒട്ടുമുക്കാലും ഇരിക്കുന്നത്. അതുപോലെ ഇതിനാവശ്യമായ ഒരു സാധനമാണ് തേങ്ങ. ഈ തേങ്ങാമുറി നമ്മൾ ചിരവിയെടുത്ത് 1-2 പാലാക്കി എടുക്കണം. പെരിഞ്ജീരകമാണ്, അല്പം പെരിഞ്ജീരകം, കുറച്ചേ ഉള്ളൂ, 1 നുള്ള്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഒരു വലിയ കഷ്ണം പട്ട ചെറുതാക്കി എടുത്തത്, ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ തക്കോലം, കുരുമുളക് പൊടിയാണ്. ബട്ടർ ബീൻസാണ്, നമ്മൾ മുമ്പേ പറിച്ചെടുത്തതാണ്, ഒരുക്കിയെടുത്തതാണ്. വള്ളിപ്പയറിൻ്റെ ഉരുക്ക് പയർ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അല്പം മുമ്പ് പറിച്ച ഇഞ്ചി 1 കഷ്ണം, ഒരു 10-15 ചെറിയ ഉള്ളി. ബീൻസ് അത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. 5-6 ബീൻസ് ഉണ്ട്. 1 കിഴങ്ങ്, 1 തക്കാളി, 1 സവാള, വള്ളിപ്പയർ, പച്ചമുളക്. ചെറിയ കറിയാണ് കേട്ടോ, പക്ഷേ 24 കൂട്ടം സാധനമുണ്ട്. അതാണ് ഈ കറിയുടെ ഒരു രഹസ്യമെന്ന് പറയുന്നത്. ഒരു നല്ല വെജിറ്റബിൾ കറി ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും കൂട്ടം സാധനം വേണം, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട്. ആദ്യം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്, ചെറിയ സ്പൂണ്. അടുത്തതായിട്ട് നമുക്ക് ബട്ടർ ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഉപ്പ് ചേർക്കാം. ഇത് 2 പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ 2 പാൽ. മൂടി വേവിക്കണം. വെള്ളം ഉണ്ട്. അല്പം കറിവേപ്പില കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, 1 കഷ്ണം ഇഞ്ചി. നമ്മൾ ആദ്യം കണ്ടതാണ്, നമ്മൾ മുമ്പേ കണ്ട തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചേർത്ത് കൊടുക്കാം. അല്പം ഇത് ചൂടുവെള്ളമാണ് കേട്ടോ,
അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ കഷ്ണങ്ങളെല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി നമ്മൾ ഇത്രയും ഉപ്പ് കുറച്ചേ ഉള്ളൂ കേട്ടോ. അല്പം മല്ലിയിലേ ഉള്ളൂ. കൂടുതലും മല്ലിയില ഇതിനകത്ത് ചേരില്ല. അതുകൊണ്ട് ഒരല്പം മല്ലിയില ചേർക്ക്. ഒന്നാം പാല് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു മുറി തേങ്ങ കൂടി എടുത്തു. അപ്പോൾ ഒരു തേങ്ങ, ചെറിയ തേങ്ങ കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാം പാല്. അപ്പോൾ ഒരു തേങ്ങ, ഒരു മീഡിയം തേങ്ങ ആണ് അതിൻ്റെ ഒന്നാം പാല്. പാലപ്പത്തിന് വേണ്ട മാവാണ് ഇരിക്കുന്നത്. പാലപ്പത്തിൻ്റെ ചട്ടിയാണ് നമ്മൾ തീയൽ വച്ചിരിക്കുന്നത്. നമ്മുടെ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഒഴിച്ചോളൂ. അല്പം കൂടി നമുക്ക് ഒഴിക്കാം. ഇങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മുടെ അപ്പം എന്തായിരുന്നു. കറക്റ്റ് ഇതല്ലേ? നമ്മൾ അപ്പം പൊക്കിയെടുക്കുന്നു. സൂപ്പർ അപ്പം. ഇതല്ലേ അപ്പം? നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ആക്കിയെടുക്കാം. ഒരു തവി ഒഴിച്ചു, അല്പം കൂടി ഒഴിച്ചു, ഒന്ന് നിരത്തി വിട്ടു. ഷേപ്പൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ എന്തായാലും നല്ല സൂപ്പർ അപ്പം കേട്ടോ. എന്നെ രസമുള്ള അപ്പം നോക്കി. സൂപ്പർ അപ്പം. പ്ലേറ്റിലേക്ക് വെക്കുക, ഇടുക. ഒരുപാട് ഗ്രേവി ഒന്നുമില്ല കേട്ടോ. നല്ല തിക്കായിട്ടായിരിക്കുന്നത്. അല്പം പോലും വിഷമയമില്ലാത്ത ഭൂരിപക്ഷം പച്ചക്കറികളുള്ള നമ്മുടെ മുറ്റത്തെ ബീൻസ്, ക്യാരറ്റ്, ബട്ടർ ബീൻസ്, അതുപോലെ മീറ്റർ പയർ, ഇതിൻ്റെ എല്ലാം ഓരോ ഭാഗങ്ങൾ ചേർന്ന ബീൻസ് ഓരോ ഭാഗങ്ങൾ ചേർന്ന പച്ചക്കറിയാണിത്. സൂപ്പർ കറിയാട്ടോ, സൂപ്പർ ടേസ്റ്റാട്ടോ. ഇങ്ങനെ നമ്മൾ പരിശ്രമിച്ചാൽ സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും സ്വന്തമായി ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും നമുക്ക് കഴിയുമെന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ളത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.